തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊന്നായി ആഗോള അയ്യപ്പ സംഗമം മാറുന്നു. ഭക്തരുടെ പണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വകമാറ്റിയെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ. ഏകദേശം 3.40 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് ഈ ഒരൊറ്റ പരിപാടിയിലൂടെ ബോർഡിന് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ശബരിമലയുടെ സമഗ്ര വികസനം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി സാമ്പത്തികമായി വലിയൊരു പരാജയമായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്താമെന്ന ബോർഡിന്റെ വാദം പാടെ പൊളിഞ്ഞ നിലയിലാണ്. പരിപാടിയുടെ നടത്തിപ്പിനായി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ 3 കോടി രൂപയാണ് ദേവസ്വം ബോർഡ് അഡ്വാൻസായി അനുവദിച്ചത്. ഈ തുക പിന്നീട് സ്പോൺസർമാരിൽ നിന്നും പരസ്യ വരുമാനത്തിൽ നിന്നും തിരിച്ചു പിടിക്കാമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പരിപാടി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും 1 രൂപ പോലും തിരികെ ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഹൈക്കോടതിയുടെ കർശനമായ മുൻകൂർ നിർദ്ദേശങ്ങളെ മറികടന്നാണ് ഇത്തരമൊരു സാമ്പത്തിക നീക്കം നടന്നതെന്ന് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനായി ബോർഡിന്റെയോ സർക്കാരിന്റെയോ തനത് ഫണ്ടുകൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് ലംഘിക്കപ്പെട്ടത് വരും ദിവസങ്ങളിൽ കോടതിയുടെ കടുത്ത പരാമർശങ്ങൾക്ക് കാരണമായേക്കാം. സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ പണം കണ്ടെത്താവൂ എന്ന നിബന്ധന പാലിക്കുമെന്ന് ബോർഡ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചിലവഴിക്കുകയും പിന്നീട് അത് നികത്താൻ കഴിയാതിരിക്കുകയും ചെയ്തത് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായി ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും ബോർഡിന് തിരിച്ചടിയായി. അയ്യപ്പ സംഗമം സംബന്ധിച്ച ഗൂഢാലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് SITയുടെ കണ്ടെത്തലുകൾ. പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച വിവരങ്ങൾ ബോർഡിന്റെ ഔദ്യോഗിക മിനിറ്റ്സിൽ ഇല്ല എന്നതാണ് ഇതിൽ പ്രധാനം. ഔദ്യോഗികമായി രേഖപ്പെടുത്താത്ത ഒരു പരിപാടിക്കായി എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ ഭരണസമിതി അനുവദിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. ബോർഡ് തീരുമാനങ്ങൾ സുതാര്യമല്ലെന്നും ഫണ്ട് വിനിയോഗത്തിൽ വലിയ തോതിലുള്ള അസ്വാഭാവികതകൾ ഉണ്ടെന്നും SIT റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇത് കേവലം സാമ്പത്തിക നഷ്ടം മാത്രമല്ല, വലിയൊരു അഴിമതിയുടെ സൂചനയാണെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 20-നായിരുന്നു കൊട്ടിഘോഷിക്കപ്പെട്ട ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കാനുള്ള നീക്കമാണെന്നാണ് സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടെന്ന് പ്രതിപക്ഷം തുടക്കം മുതലേ ആരോപിച്ചിരുന്നു. UDF-ഉം BJP-യും ഒരുപോലെ ഈ സംഗമത്തെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുന്നു. ശബരിമലയിലെ ആചാര ലംഘനങ്ങളും യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും മൂലം സർക്കാരിനുണ്ടായ വിപരീത പ്രതിച്ഛായ മറികടക്കാനുള്ള ഒരു ഇമേജ് മേക്ക് ഓവർ ശ്രമം മാത്രമാണിതെന്ന് രാഷ്ട്രീയ എതിരാളികൾ കുറ്റപ്പെടുത്തി. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാതെ സർക്കാരുമായി യാതൊരു സഹകരണത്തിനും ഇല്ലെന്നായിരുന്നു UDF-ന്റെ നിലപാട്. വിശ്വാസികളെ അടിച്ചമർത്തിയ ശേഷം ഇത്തരമൊരു സംഗമം നടത്തുന്നത് പരിഹാസ്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വം അന്ന് വ്യക്തമാക്കിയിരുന്നു. BJP-യും ഹിന്ദു സംഘടനകളും സംഗമത്തെ രാഷ്ട്രീയമായി പ്രതിരോധിച്ചു. ഭക്തരുടെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അവർ ആരോപിച്ചു. ദേവസ്വം ബോർഡിന്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെട്ടുവെന്നും സർക്കാർ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായി ബോർഡ് മാറിയെന്നും വിമർശനങ്ങൾ ഉയർന്നു. സംഗമം നടന്ന 1 വർഷം തികയുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും അപ്പുറം സാമ്പത്തികമായ തകർച്ചയാണ് ബോർഡിന് ബാക്കിയായിരിക്കുന്നത്. 3.40 കോടി രൂപയുടെ ഈ നഷ്ടം എങ്ങനെ നികത്തുമെന്ന കാര്യത്തിൽ ബോർഡ് അധികൃതർക്ക് കൃത്യമായ മറുപടിയില്ല. ഇത് സാധാരണക്കാരായ ഭക്തർ ക്ഷേത്രങ്ങളിൽ നൽകുന്ന കാണിക്കയോടുള്ള അവഹേളനമാണെന്ന് ഭക്തജന സംഘടനകൾ പറയുന്നു. സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്തവർ ആരെല്ലാമാണെന്നും എന്തുകൊണ്ടാണ് ഇവരിൽ നിന്ന് പണം ഈടാക്കാൻ കഴിയാത്തതെന്നും വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരസ്യ വരുമാനം ലഭിക്കാത്ത വിധത്തിൽ പരിപാടി ആസൂത്രണം ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് അടിവരയിടുന്നു. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന സംഘം അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പരാമർശിച്ചത് വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. സ്വർണത്തിന്റെ കണക്കെടുപ്പിലും അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് വിനിയോഗത്തിലും ഒരേ തരത്തിലുള്ള സുതാര്യതയില്ലായ്മ പ്രകടമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ബോർഡ് അംഗങ്ങൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും എതിരെ കടുത്ത നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത. കോടതി ഉത്തരവ് ലംഘിച്ചതിന് വിശദീകരണം നൽകാൻ ബോർഡ് നിർബന്ധിതമാകും. വ്യക്തിപരമായ ഉത്തരവാദിത്തം നിശ്ചയിച്ച നഷ്ടപ്പെട്ട തുക ഈടാക്കണമെന്ന ആവശ്യവും കോടതിക്ക് മുന്നിലെത്തിയേക്കാം. ഈ സാമ്പത്തിക ബാധ്യത ബോർഡിന്റെ മറ്റ് വികസന പ്രവർത്തനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ക്ഷേത്രങ്ങളിലെ നിത്യനിദാന ചെലവുകൾക്കും ജീവനക്കാരുടെ ശമ്പളത്തിനും പണമില്ലെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പാഴ്ചിലവ് പുറത്തുവരുന്നത്. ഇത് ഭക്തർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്.